2024 ജൂലൈ 30 വയനാട്ടിലെ ഈ ചൂരൽമല മുണ്ടക്കയിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ട ജനങ്ങളാണ് നമ്മളെല്ലാവരും, അല്ലേ? ആ ദൃശ്യങ്ങളൊന്നും നമ്മുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോകാനുള്ള സമയവുമായിട്ടില്ല. 8 മാസം മുമ്പാണ് ആ ദുരന്തമുണ്ടാകുന്നത്. എന്താണ് നമ്മളവിടെ കണ്ടത്? ഉറ്റവരായ മുഴുവൻ ആളുകളെയും നഷ്ടപ്പെട്ട മനുഷ്യർ, അല്ലേ? ഉണ്ടായിരുന്ന സ്വത്ത് അല്ലെങ്കിൽ വീട് അതൊക്കെ തകർന്ന് നാമാവശേഷമായ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യർ. അങ്ങനെ അങ്ങേയറ്റം ദുരിതത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ മുഖങ്ങൾ നമ്മളുടെ ഒന്നും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകേണ്ട സമയമായിട്ടില്ല. അന്ന് നമ്മളെല്ലാവരും പറഞ്ഞത് എന്താണ്? ഈ സമൂഹം ഒറ്റക്കെട്ടായി പറഞ്ഞത് എന്താണ്? ഇവരെ എല്ലാവരെയും നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും, ഇവരെ മുഴുവൻ നമ്മൾ സഹായിക്കും, അവരെ മുഴുവൻ നമ്മൾ ശാക്തീകരിക്കും. ഈ രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് കേരളം അവർക്കൊപ്പം നിൽക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു, പ്രതിജ്ഞ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ജനവിഭാഗമാണ് നമ്മൾ, അല്ലേ? എന്നിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കാണുന്ന ദൃശ്യം എന്താണ്? നമ്മൾ കാണുന്ന ദൃശ്യമെന്ന് പറയുന്നത് അതേ മനുഷ്യർ പ്ലക്കാർഡുമായി വന്ന് ക്യാമറകൾക്ക് മുമ്പിൽ നിന്ന് കേരളത്തോട് യാചിക്കുകയാണ്, ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്ന്. 8 മാസം കഴിഞ്ഞിട്ടും നമുക്ക് നമ്മുടെ പ്രതിജ്ഞ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യരൊക്കെ അതേ ദുരിതത്തിലും ദുഃഖത്തിലും ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.